ഓണസദ്യയിലെ ഒരു പ്രധാനപ്പെട്ട വിഭവമാണ് പായസം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു ഡെസേർട്ട് ആണ് സേമിയ ചൊവ്വരി പായസം. അരമണിക്കൂർ കൊണ്ട് രുചികരമായ ഈ പായസം തയ്യാറാക്കാം. ഇതിന് വറുത്തതോ വറുക്കാത്തതോ ആയ വെർമിസെല്ലി ഉപയോഗിക്കാം. ഇത് ഇങ്ങനെ ചെറുതായി മുറിക്കുക. 1 കപ്പ് സേമിയ കൊണ്ട് 15 ആൾക്ക് സെർവ് ചെയ്യാം. 1 ലിറ്റർ പാല് നല്ലപോലെ തിളപ്പിക്കാൻ വയ്ക്കുക. ഇനി പാനിൽ 1 സ്പൂൺ നെയ്യൊഴിച്ച് സേമിയ 3 മിനിറ്റ് വറുക്കുക. ഒരുപാട് വഴറ്റേണ്ട. വറുത്ത സേമിയയിലേക്ക് 1 കപ്പ് വെള്ളമൊഴിച്ച് വേവിക്കുക. വെന്ത സേമിയയിലേക്ക് 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് യോജിപ്പിച്ച് 1 മിനിറ്റ് കുറുക്കുക. ഒരു ചെറിയ കപ്പ് ചൊവ്വരി 2 മണിക്കൂർ കുതിർക്കാൻ വെച്ചത് 1/2 ലിറ്റർ ചുടുവെള്ളത്തിലിട്ട് വേവിക്കുക. ചൊവ്വരി വെന്ത് കണ്ണാടി നിറമാകുമ്പോൾ 1/2 കപ്പ് പഞ്ചസാര ചേർക്കുക. ഇങ്ങനെ ചെയ്യുന്നത് സേമിയയിലും ചൊവ്വരിയിലും പഞ്ചസാരയുടെ മധുരം ഇറങ്ങാൻ വേണ്ടിയാണ്. ഇനി ചൊവ്വരിയിലേക്ക് വേവിച്ച സേമിയ കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1 ലിറ്റർ തിളപ്പിച്ച പാൽ ചേർത്ത് 5 മിനിറ്റ് ഒന്നുകൂടി തിളപ്പിക്കുക. എല്ലാം കൂടി നന്നായി കുറുകി വരുമ്പോൾ 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്കിന് പകരം പഞ്ചസാര ചേർത്താലും മതി. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ പഞ്ചസാരയും 3 ഏലക്കയും കൂടി ഇട്ട് പൊടിച്ചെടുത്തത് ചേർക്കുക. ഗ്യാസ് ഓഫ് ചെയ്ത് പായസം വാങ്ങി വയ്ക്കുക. ഇനി പാനിൽ 1 സ്പൂൺ നെയ്യൊഴിച്ച് 3 സ്പൂൺ അണ്ടിപ്പരിപ്പിട്ട് മൂത്ത് വരുമ്പോൾ 3 സ്പൂൺ ഉണക്കമുന്തിരിങ്ങ കൂടി ഇട്ട് സിമ്മിൽ മൂപ്പിച്ച് ചൂടോടെ നെയ്യോടുകൂടി പായസത്തിലേക്ക് ചേർക്കുക. അതീവ രുചികരമായ കൊഴുത്ത സേമിയ ചൊവ്വരി പായസം റെഡി. ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. ഇന്നത്തെ നമ്മുടെ ഈ പായസ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.